നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഹോട്ട് പുഡിംഗ് ആണ്. നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഓവൻ ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ പാൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടാം. എന്നിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെൽറ്റഡ് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിലുള്ള ആ ബാറ്റർ, എക്സസ് ആയിട്ടുള്ള ബാറ്ററൊക്കെ നമുക്കൊന്ന് വൃത്തിയിലൊന്ന് തുടച്ച് നീക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ആൽമണ്ട്സും പിന്നെ ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കാം. പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. ഇനി ഒരു കപ്പ് എടുക്കുക. അതിലേക്ക് ഞാൻ 1/4 കപ്പോളം ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കോ പൗഡർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3/4 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ബാറ്റർ ലെവൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അങ്ങ് കുഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് നിന്നോളും. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ടൈം. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് ശേഷം ഇത് തുറന്ന് നോക്കാം. അപ്പോൾ അതാ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ബേക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്